ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇതിനു മുമ്പ് നിസാൻ എക്സ്ട്രയിൽ കഴിഞ്ഞ മാസം അൺവീൽ ആയത് കണ്ടതാണ്. ഇതിൻ്റെ മീഡിയ ഡ്രൈവിൻ്റെ ഇവൻറ്റ്സ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാൻ വണ്ടിയെ പറ്റി. ഇത്രയും കാലമായിട്ട് അറിയാണ്ടിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ, അതാണ് പ്രൈസ്. അതിപ്പോൾ നിസാൻ എന്തായാലും പുറത്തു വിട്ടിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് കേട്ട് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഓൾറെഡി അൺവീലിങ്ങിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു ഇത് CBU ആയിട്ടാണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് പ്രൈസ് കൂടുതലായിരിക്കും എന്നൊക്കെ. പക്ഷേ അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഞാൻ ഭയങ്കര നെഗറ്റീവാണെന്ന്. ഇപ്പോൾ എന്തായാലും നിസാൻ തന്നെ ഒഫീഷ്യലി ഇതിൻ്റെ പ്രൈസ് പുറത്തു വിട്ടിട്ടുണ്ട്. 49.92 lakhs ആണ് ഈ വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ കൂടുതലാണ്. കാരണം ഈ വാഹനത്തിൻ്റെ സൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം നമ്മുടെ കോഡിയാക്കിൻ്റെ അത്രയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും കോഡിയാക്ക് ഇതിനേക്കാൾ 10 ലക്ഷം രൂപ ചീപ്പറാണ്. 39.99 lakhs ആണ് കോഡിയാക്കിൻ്റെ ഇപ്പോഴത്തെ എക്സ് ഷോറൂം പ്രൈസ്. അത് ആദ്യം കുറച്ച് കൂടുതലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കോഡിയാക്കിൻ്റെ ഒറ്റ വേരിയൻറ്റ് മാത്രം ആക്കിയവർ, അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രൈസിൽ കോഡിയാക്ക് കിട്ടുന്നത്. പിന്നെ കോഡിയാക്കിൻ്റെ ആണെങ്കിൽ പോലും ഇനിയിപ്പോൾ ഒരു പുതിയ ജനറേഷൻ അപ്ഡേറ്റിന് ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതും അധികം വൈകാതെ വരും. കോഡിയാക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് CKD ആയിട്ടാണ് വരുന്നത്. കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ ആയിട്ടാണ് ആ വാഹനം ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ വണ്ടി CBU ആയിട്ട് പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസീവായി പോയത്. പക്ഷേ എന്തായാലും നമുക്ക് ഈ പ്രൈസ് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. 50 lakhs എന്ന് പറഞ്ഞാൽ അത് ഫോർച്യൂണറിൻ്റെ ടെറിട്ടറി ആണ്. പണ്ട് എൻഡവർ ഉണ്ടായിരുന്നു, അപ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫോർച്യൂണർ മാത്രമേ ഉള്ളൂ. ആൻഡ് ഓട്ടോമാറ്റിക്കലി 50-60 lakhsൻ്റെ അടുത്തേക്കൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരാൾ റെഡി ആകുമ്പം ആദ്യം നോക്കുന്ന ഫോർച്യൂണർ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ യൂസ്ഡ് ഫോർച്യൂണർ, എൻഡവർ അങ്ങനത്തെ വണ്ടികളൊക്കെ ആയിരിക്കും നോക്കുന്നത്, അത്രയും വലിയ SUV വേണമെന്നുണ്ടെങ്കിൽ. ഇനി അതുമല്ല കുറച്ചും കൂടെ ബഡ്ജറ്റ് താഴ്ത്തിയാണ് നോക്കുന്നതെങ്കിൽ കോടിയാക്കും ആൾക്കാർ എടുക്കാറുണ്ട്. ഇവിടെ പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഈ വാഹനത്തിൽ ആ പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന ഫോർച്യൂണറിൻ്റെ അത്രയും പോലും ഫീച്ചേഴ്സ് ഇല്ല. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പവേർഡ് സീറ്റ്സ് ഇല്ല, അതുപോലെ തന്നെ നമ്മുടെ പവേർഡ് ടെയിൽ ഗേറ്റ് വരുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് ഒരു 1.5 ലിറ്റർ ടർബോ പെട്രോൾ ആണ്. അതിപ്പം 1.5 ടർബോ എന്ന് പറയുമ്പം ആ ഓൺ പേപ്പർ കുറച്ച് വീക്കായിട്ട് തോന്നും, പക്ഷേ വേരിയബിൾ കംപ്രഷൻ ടർബോ ചാർജറൊക്കെയുള്ള എഞ്ചിനാണ്. ഈ ഒരു ടെക്നോളജി ആദ്യമായിട്ട് ലോകത്തിൽ തന്നെ കൊണ്ടുവരുന്ന എഞ്ചിനും ഇത് തന്നെയാണ്, അത് നിസാനാണ് കൊണ്ടുവരുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇൻ്റർനാഷണലി 200 bhp അടുത്തുള്ളൊരു എഞ്ചിനായിരുന്നു അത്. നമുക്ക് ഇന്ത്യയിലേക്ക് വന്നപ്പോഴേക്കും 163 PS പവറും 300 Nm ടോർക്കുമായി. 0 to 100 ഈ ഒരു എഞ്ചിൻ സ്പെസിഫിക്കേഷൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇംപ്രസീവ് ആണ്, 8.8 seconds. പക്ഷേ നമ്മൾ മറ്റുള്ള വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് മോശമാണ്. കാരണം നമ്മുടെ കോഡിയാക്കിന് 2 ലിറ്റർ ESA ആണ് കിട്ടുന്നത്, 190 PS പവർ അതിന് വരുന്നുണ്ട്. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഈ വണ്ടി കുറച്ച് അണ്ടർ പവർഡ് ആയിട്ട് തന്നെ തോന്നുള്ളൂ. ഈവൻ ഫോർച്യൂണർ ആണെങ്കിൽ പോലും അത് പിന്നെ 2.8 ഡീസലാണ്. ഡീസൽ എന്തായാലും ഇതിൻ്റെ അത്രയും ഫാസ്റ്റ് ആയിരിക്കില്ല, പക്ഷേ സ്റ്റിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ എഫിഷ്യൻസിയും അതിൽ നിന്നൊരു പരിധി വരെ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഡീസലിൻ്റെ ഒരു ക്യാരക്ടറും നമുക്ക് അത്യാവശ്യം നല്ല ലോ ആൻഡ് ഗ്രൗണ്ടും ഒക്കെ കിട്ടും. ഇതിനകത്ത് ടെർബോയുടെ റേഞ്ച് കയറണമല്ലോ കുറച്ച് പവർ കിട്ടാൻ, അതിൻ്റെ അകത്ത് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല, നമുക്ക് ഈ പറഞ്ഞ രണ്ട് വാഹനങ്ങൾ, ഇപ്പോൾ കോഡിയാക്ക് ആണെങ്കിൽ അതിൻ്റെ അകത്ത് 4 motion, അതായത് ഓൾ വീൽ ഡ്രൈവ് ടെക്നോളജി വരുന്നുണ്ട്. ഇനി അതല്ല ഫോർച്യൂണർ എടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി അതിൻ്റെ അകത്ത് നമുക്ക് 4x4 ആണ് കിട്ടുന്നത്. ഇത് രണ്ടും ഈ വാഹനത്തിലില്ല. ഇത് ജസ്റ്റ് ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് SUV ആണ്. പിന്നെ ഇൻ്റർനാഷണലി നമുക്കൊക്കെ അറിയാം ഈ വാഹനം അത്യാവശ്യം നല്ല റിസപ്ഷൻ കിട്ടിയിട്ടുള്ളൊരു വണ്ടിയാണ്. നിസാൻ്റെ തന്നെ പല മാർക്കറ്റുകളിലെയും ബെസ്റ്റ് സെല്ലിംഗ് വാഹനമാണ് എക്സ്ട്രയിൽ. പക്ഷേ അതിൻ്റെ റീസൺ അവിടെ അവർ ഈ വാഹനം മോഡറേറ്റ്ലി ആണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. കോമ്പറ്റീഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു പ്രൈസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇഷ്ടം പോലെ പവർ ട്രെയിൻ ഓപ്ഷൻസ് ഒക്കെ അവർക്ക് അവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ഹൈബ്രിഡ് ഉണ്ട്, പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഉണ്ട്, ടെർബോ പെട്രോൾ ഉണ്ട്, ഇനി അതല്ലാണ്ട് വേറെ വലിയ എഞ്ചിൻസ് ഉണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ പക്ഷേ കിട്ടിയത് ആകെ ഈ ഒരൊറ്റ എഞ്ചിനാണ്. ഇവർ അറ്റ്ലീസ്റ്റ് ഈ 50 lakhsൻ്റെ പ്രൈസ് പോയിന്റിൽ നമുക്ക് ഹൈബ്രിഡ് പവർ ട്രെയിൻ കൊടുത്തിരുന്നെങ്കിൽ അത് ഓക്കെ ആയിട്ട് പറയായിരുന്നു. 50 lakhs എപ്പോഴും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാൽ പോലും ആ പ്രൈസ് പോയിന്റിൽ നമുക്ക് വേറെ അങ്ങനെ പ്രോപ്പർ ഹൈബ്രിഡ് വണ്ടികളൊന്നും പറയാനില്ല. ആകെപ്പാടെ ടൊയോട്ടയുടെ ക്യാമറ ഉണ്ട്, പക്ഷേ അഗൈൻ അത് സെഡാനാണ്. ഈ വാഹനം SUV ആയിട്ടും ആൾക്കാർക്ക് വേണേൽ വാങ്ങാം. പക്ഷേ ഇവർ അതും കൊടുക്കാണ്ട് ജസ്റ്റ് ഒരു ടർബോ പെട്രോൾ മാത്രം വെച്ചാണ് ഇത് ഇറക്കിയത്. ഇനിയിപ്പം നിങ്ങൾ എന്നെ നെഗറ്റീവായിട്ട് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഈ വണ്ടി എന്തിനാണ് ഇവിടെ ഇറക്കിയത് എന്നുള്ള റീസൺ അറിയണമല്ലോ. സംഭവം വളരെ സിമ്പിളാണ്. നമുക്ക് എക്സ്ട്രയിലിന് ഈ അടുത്ത് തന്നെ നിസാൻ ഇൻ്റർനാഷണലി ഒരു ഫേസ് ലിഫ്റ്റ് കൊടുത്തായിരുന്നു. ഈ അടുത്തെന്ന് പറഞ്ഞാൽ 2023. അപ്പോൾ ചില മാർക്കറ്റുകൾ ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റ് വേർഷൻസ് കുറച്ച് വിറ്റ് പോകാണ്ട് കിടപ്പുണ്ടായിരുന്നു. 150 വണ്ടികൾ എന്താണ് അവരിപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ വിറ്റ് പോകാണ്ട് കിടന്ന 150 വണ്ടികളാണ് ഇന്ത്യയിലോട്ട് ഇവർ കൊണ്ടുവന്നത്. അതെന്തിനാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ കൊണ്ടവർക്ക് വിൽക്കാമല്ലോ. CBU ആയിട്ട് ഇങ്ങോട്ടേക്ക് ഇറക്കി കഴിഞ്ഞാൽ കുറച്ച് പേര് വാങ്ങിക്കോളും. കാരണം 150 വണ്ടികളെ എന്തായാലും ഉള്ളൂ. അപ്പോൾ പിന്നെ ഇവർക്ക് അങ്ങനെ ഭയങ്കര സെയിൽസ് ടാർഗറ്റ് ഒന്നും ഇടേണ്ട കാര്യമില്ല. പിന്നെ കുറേ കാലമായിട്ട് നിസാൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് പുതിയ വണ്ടികളൊന്നും ഇറക്കിയിട്ടില്ല. 2007 ഡിസംബറിലാണ് അവർ ലാസ്റ്റ് മാഗ്നൈറ്റ് ഇറക്കിയത്. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കുറച്ച് സ്പെഷ്യൽ എഡിഷൻസ് ഒക്കെ അല്ലാണ്ട് പുതിയൊരു വണ്ടി എന്ന് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നിസാൻ വിചാരിച്ചാണ് ഓക്കെ നമുക്ക് എന്നാൽ പിന്നെ ഈ വണ്ടി നേരെ ഇന്ത്യയിൽ കൊണ്ടിടാം, ആരെങ്കിലുമൊക്കെ വാങ്ങുകയാണെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന്. കാരണം ഇത്രയും വണ്ടികൾ എണ്ണം കുറവാണ്. പിന്നെ 2500 വണ്ടികളുടെ ആ ഒരു പ്ലാൻ നമുക്കുണ്ട്. CBU ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത്രയും വണ്ടികളിലൂടെ ഇറക്കാൻ പറ്റും ഒരു വർഷം. ആ സ്കീമിൻ്റെ അണ്ടറിലാണ് അവർ ഈ വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ 2500 വണ്ടികളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രൈസ് പോയിന്റിൽ എന്തായാലും ആൾക്കാർ വാങ്ങുന്നത് കുറവായിരിക്കും. എനിക്കിപ്പോൾ സംശയം എന്താണെന്ന് വെച്ചാൽ ഈ 150 വണ്ടികൾ തന്നെ ഇവർക്ക് ഇവിടെ വിറ്റ് തീർക്കാൻ പറ്റുമെന്നുള്ളതാണ്. എന്തായാലും നിസാൻ ഇപ്പോൾ ഇന്ത്യയൊന്നും വിട്ടു പോകുന്നില്ല എന്ന് കാണിക്കാനുള്ള ഒരു ചെറിയ സ്ട്രാറ്റജി ആയിട്ടും ഈ വാഹനത്തെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം കുറേ കാലമായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ മാഗ്നൈറ്റ് എടുക്കാനും ആൾക്കാർക്ക് ചിലപ്പം പേടിയാവും. കാരണം ഇൻ കേസ് അവർ വിട്ടിട്ട് പോയാലോ എന്നുള്ളൊരു സംഭവം വരുമല്ലോ.
പിന്നെ അങ്ങനെ വിട്ടിട്ട് പോകില്ല, കാരണം ഈ വണ്ടി ഇപ്പോൾ ജസ്റ്റ് ഇവർ കുറേ കാലമായിട്ട് ഇറക്കാത്തതുകൊണ്ട് ഇറക്കിയാണ്. ഇനിയിപ്പോൾ അടുത്ത വർഷം 2025 ഇവരുടെ പുതിയൊരു SUV വരുന്നുണ്ട്. ഒന്നല്ല, ആക്ച്വലി 2 വണ്ടികളാണ് ഇവർ ഇന്ത്യക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ നിസാനും റെനോവും കൂടെ ചേർന്നാണ് നമ്മുടെ ഇൻ്റർനാഷണലി വരുന്ന പുതിയ ഡാസിയ ഡസ്റ്ററിൻ്റെ ഒരു റീബ്രാൻഡ് റെനോ വേർഷൻ ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ പ്ലാറ്റ്ഫോമും ഒക്കെ ഇന്ത്യയിൽ അവർ ലോക്കലൈസ് ചെയ്ത് നിർമ്മിക്കുന്നുണ്ട്. CMF-B പ്ലാറ്റ്ഫോമിലാണ് ആ വണ്ടി ബേസ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് ഇന്ത്യയിൽ ലോക്കലായിട്ട് നിർമ്മിച്ച് നമുക്ക് അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിൽ തരാൻ റെനോ നോക്കുന്നുണ്ട്. സോ അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നിസാൻ SUV നമുക്ക് കിട്ടും. അത് 5 സീറ്റർ മോഡലാണ് ഡസ്റ്റർ വരുന്നത്. അതിൻ്റെ തന്നെ ഒരു 7 സീറ്റർ വേർഷനും ഇവർ ഈ സെയിം പ്ലാറ്റ്ഫോമിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ നമുക്ക് അടുത്ത വർഷം കിട്ടും. അതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇവർ ജസ്റ്റ് ഇങ്ങനെ ഒരു വണ്ടി ഇറക്കി നമ്മളെയൊക്കെ ഒന്ന് സ്റ്റേബിൾ ആക്കി നിർത്തണമല്ലോ എന്നുള്ള രീതിയിലായിരിക്കാം ഇത് വന്നത്. പിന്നെ ഇതിന് എങ്ങനെ നിങ്ങൾ ആരെങ്കിലും വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ആൻഡ് എന്നോട് ഇതിപ്പോൾ വാങ്ങണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി വാങ്ങണ്ടെന്ന് തന്നെ പറയുള്ളൂ. ഇപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും കുറച്ച് കോമൺ സെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം. ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് വേറെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ ഇനി വരാൻ പോകുന്ന പുതിയ ജനറേഷൻ കോഡിയാക്കിന് വെയിറ്റ് ചെയ്താൽ പോലും അത് തന്നെ ഇപ്പോൾ വരുന്ന വണ്ടി 40 lakhs ആണെങ്കിൽ അത് മാക്സിമം 45 lakhs വരെ എക്സ്ഷോറും പോകും. സോ ആ വണ്ടി തീർച്ചയായും ഇതിനേക്കാൾ വളരെയധികം ബെറ്റർ ആയിരിക്കും. അതിപ്പോൾ ഫീച്ചേഴ്സിലാണെങ്കിലും കംഫർട്ടിനാണെങ്കിലും ഈവൻ പവർ വൈസ് ആണെങ്കിൽ പോലും അത് തന്നെയായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ പിന്നെ എല്ലാവരുടെയും ഡിഫോൾട്ട് ചോയ്സായ ഫോർച്യൂണർ ഉണ്ടല്ലോ. ഈവൻ ഫോർച്യൂണറിൽ വരെ പുതിയൊരു ജനറേഷൻ അപ്ഡേറ്റ് വരുന്നുണ്ട്. അതിൽ ഡീസൽ ഹൈബ്രിഡ് ടെക്നോളജിയൊക്കെ വരും എന്നും പറയുന്നുണ്ട്. അതും അടുത്ത വർഷം വരേണ്ടതാണ്. സോ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ഇനിയിപ്പോൾ ഒരു സെഗ്മെൻറ്റിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ആരും ചാടി കയറി ഇത് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.